ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നല്ലൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ കറിയിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. ചപ്പാത്തിക്കും ചോറിനും അതുപോലെ പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു ചെറുപയർ കറിയുടെ റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ തലേദിവസം കുതിർത്താൻ വെച്ചതാണ്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലോട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ട സാധനങ്ങൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി, 1 തക്കാളി, 2 പച്ചമുളക്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുതിർത്ത പയറായതുകൊണ്ട് തന്നെ 2-3 വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിടുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വിസിലടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് പയറിൻ്റെ മുകളിൽ ചേർത്ത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ പയർ കറക്റ്റായിട്ട് വെന്ത് വരികയും കുറച്ച് വെള്ളം അതിനകത്ത് മിച്ചം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇത്രയും വെള്ളം കിട്ടുന്നത് തന്നെ നമുക്കത് കറക്റ്റായിട്ട് ഉടച്ചെടുക്കാനും പറ്റും. ഇനി വേണമെങ്കിൽ തക്കാളിയുടെ തൊണ്ടൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടതേ ഉള്ളൂ. കണ്ടോ, നമുക്ക് പയർ ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ വെന്ത് കിട്ടുകയും വെള്ളത്തിൻ്റെ അളവ് ഇതുപോലെയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ടേസ്റ്റായിട്ട് പയറുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. പയർ വെന്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊല്ലമുളകാണ്, ഡ്രൈ ചില്ലിയാണ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ കറിക്ക് സ്പെഷ്യലായിട്ടൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ കൊത്തിയിടുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതൊന്ന് വറന്ന് വരുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ പച്ചമുളകും കൂടി 2-3 ചേർക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഉള്ളി വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു കളറും രുചിയും കിട്ടുന്നതിന് ഇത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി വഴന്ന് വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. ഇനി നമുക്ക് കുക്കർ കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടുന്ന പോലെ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ തലേദിവസമൊക്കെ നമ്മൾ പയർ കുതിർത്താൻ വെക്കുകയാണെങ്കിൽ വെന്ത് കിട്ടാനും എളുപ്പമുണ്ട്. എപ്പോഴും പയർ കുതിർത്തിട്ട് വേവിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കളറും അതിൻ്റെ രുചിയും ഒക്കെ കൂടുകയും ചെയ്യുവേ. അപ്പോൾ എപ്പോഴും നോക്കുക, പയർ കുതിർത്തിട്ട് വേവിക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടിട്ടുണ്ടല്ലോ, അത് ഓപ്ഷനിലാണ് എങ്കിലും അത് കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ട് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും എന്താ കറി ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിഷമിച്ചൊരു സമയത്ത് ചെറുപയറെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു പോകുന്ന രാവിലെയും ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചെറുപയർ കറി ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.